ആ പെണ്ണ് ആരാണെന്നറിയോ? അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? അവളൊരു മാറ്ററാ. മാറ്ററോ? എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? വേള ബാബുവിനെ ഫോൺ വിളിക്കായിരുന്നോ, നേരിട്ട് കാണുകയായിരുന്നോ? എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഇടവേള ബാബു. ഇടവേള ബാബു. ഇടവേള ബാബു. ആളുകളെ കൊതിപ്പിച്ച് കടന്നു കളയുന്ന ആളാണ് തണ്ടും തടിയുള്ള ആണുങ്ങളെ കാണുമ്പോഴേ ചിലർക്ക് ഇരിക്ക പൊറുതില്ലെന്നറിയാം. ആ ആശൊന്നും നടക്കില്ലടി. അമ്പടി വീരാ. ஒரு ஆம்பளை 10 பொம்பளை கிட்ட போனாலும் அவனுக்கு பேர் ஆம்பளை தாண்டி. ஆனா ஒரு பொம்பளை 10 ஆம்பளை கிட்ட போனா அவளுக்கு பேரு என்னங்கறத நீயும் தெரிஞ்சுக்கோ. അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. താൻ ഇന്നലെ എന്നെ ഉമ്മ വെച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതിപ്പോ ഞാൻ ഉമ്മ വെച്ചപ്പോ മാഡം തന്നെ ചുണ്ട് തുറന്നു വെച്ചത്. ഓ, വലിയ പുണ്യാളൻ. ഇതിന് പകരം ഞാൻ നിന്നോട് ഒരു പുല്ലും ചെയ്യാൻ നോക്കില്ല. ഈ കേസിൽ സഹദേവനോടൊപ്പം നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കയറും. നമുക്ക് കാണാം. കാണാം. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വില കുറഞ്ഞ വികാര പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കോടതിയെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കരുത് നിങ്ങൾ. ആകാശമിടിഞ്ഞു വീണാലും നീതി നടപ്പാക്കണം. വാദിക്ക് മാത്രം കിട്ടേണ്ട സൗഭാഗ്യമല്ല നീതി. പ്രതിയെന്നാരോപിക്കപ്പെടുന്ന ഏതൊരു പൗരനും കിട്ടേണ്ട മൗലികാവകാശങ്ങളിലൊന്ന്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ്.